Good morning all. എൻ്റെ പേര് അമൃത. എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന ടോപ്പിക്സ് the differences between equity shares and preference shares, then the shares with the differential voting rights. Okay, first of all, എന്തൊക്കെയാണ് the differences between equity shares and preference shares എന്ന് നോക്കാം. ഫസ്റ്റ് ഡിഫറൻ്റ് ആയിട്ട് പറയുന്നത് the rate of dividend on preference shares remains fixed from year to year, but the rate of dividend on equity shares may vary from year to year. അതായത് പ്രിഫറൻസ് ഷെയർസിന് നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻഡ് റേറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അതായത് ഇയർ ടു ഇയർ ഓരോ വർഷം കൂടുന്നവരും എന്തായിരിക്കും, അത് ഫിക്സഡ് ആയിരിക്കും. ഓരോ വർഷത്തിലും അത് ഫിക്സഡ് ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ഇയറിൽ നമ്മൾ ഏത് റേറ്റിലാണോ ഡിവിഡൻഡ് കൊടുക്കുന്നത്, സെയിം റേറ്റ് തന്നെ ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് ഇയറിലും കൊടുക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ദ ഡിവിഡൻഡ് റേറ്റ് മേ വാരി ഫ്രം ഇയർ ടു ഇയർ. അവിടെ എന്തായിരിക്കും, ഇക്വിറ്റി ഷെയർസിൽ എന്തായിരിക്കും, ഓരോ വർഷത്തിലും നമ്മൾ ഓരോ ഡിവിഡൻഡ് റേറ്റ് ആയിരിക്കും. അതായത് ഡിവിഡൻഡ് റേറ്റിൽ എന്താണ് ചേഞ്ച് ഉണ്ടായിരിക്കും, അത് ഫിക്സഡ് ആയിരിക്കില്ല. And the second one, in the years of higher profits, equity shareholders can get higher rate of dividend than preference shareholders. അതായത് ഹയർ പ്രോഫിറ്റ്സ് കിട്ടുന്ന വർഷങ്ങളിൽ എന്തായിരിക്കും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നേക്കാൾ കൂടുതൽ എന്ത് കിട്ടും, ഡിവിഡൻറ്റ് കിട്ടും. ഡിവിഡൻറ്റ് റേറ്റ് ഇവർക്ക് കൂടുതലായിരിക്കും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ ഡിവിഡൻറ്റ് റേറ്റ് കൂടുതലായിരിക്കും. എപ്പോൾ ഹയർ പ്രോഫിറ്റ്സ് കിട്ടുന്ന ഇയേഴ്സിൽ. തേർഡ് വൺ ആയിട്ട് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് പ്രയോറിറ്റി ഓവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആസ് റിഗാർഡ്സ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്താണ്, ഡിവിഡൻറ്റ് കൊടുക്കുന്നതിൽ എന്താണ് അവർക്ക് പ്രയോറിറ്റി ഉണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നേക്കാൾ മുന്നേ നമ്മൾ എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കൊടുക്കും. Fourth one, preference shareholders have only limited participation in the management of the company, whereas equity shareholders have full participation in the management of company. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ ഫുൾ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും. എന്നാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തായിരിക്കും, മാനേജ്മെൻറ്റിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവില്ല, ലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ ആയിരിക്കും, ഫുള്ളി പാർട്ടിസിപ്പേഷൻ ഉണ്ടാവില്ല. ഫിഫ്ത്ത് വൺ ആയിട്ട് പറയുന്നത് പ്രിഫറൻസ് ഷെയർസ് ദാറ്റ് ഈസ് റിഡീമബിൾ ഷെയർസ് ആർ റിഡീമബിൾ ബട്ട് ഇക്വിറ്റി ഷെയർസ് ആർ നോട്ട് റിഡീമബിൾ. അതായത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്തായിരിക്കും, റിഡീമബിൾ ആയിരിക്കും. ഇക്വിറ്റി ഷെയർസ് എന്താണ്, റിഡീമബിൾ അല്ല, ഇറിഡീമബിൾ ആണ്. അതായത് റിഡീമബിൾ മീൻസ് റീപേയബിൾ എന്നാണ് അർത്ഥം. Okay, and the sixth one, where the company is being wound up, holders of preference shares will normally get priority over holders of equity shares in respect of the repayment of capital. അതായത് ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ എന്ത് കിട്ടും, ക്യാപിറ്റൽ കിട്ടും. അതായത് ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് ആർക്കാണ് ആദ്യം ചെയ്യുന്നത്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. അപ്പോൾ അതിനെന്താണ്, അവർക്ക് പ്രിഫറൻസ് ഉണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിനേക്കാൾ മുന്നേ അവർക്ക് എന്താണ്, ക്യാപിറ്റൽ റീപേ ചെയ്ത് കിട്ടും. Then seventh one, equity shareholders enjoy wider voting rights than preference shareholders. Equity shareholders എന്താണ്, voting rights ഉണ്ട്, എന്നാൽ preference shareholdersന് voting rights ഇല്ല. And the last one, for cumulative preference shareholders, they are entitled to get arrears of dividend, but equity shareholders are not eligible to get arrears of dividend. അതായത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്താണ്, അരിയേഴ്സ് ഓഫ് ഡിവിഡൻറ്റ് കിട്ടും. എന്നാൽ ഈ ഒരു അരിയേഴ്സ് ഓഫ് ഡിവിഡൻറ്റ് ആർക്ക് കിട്ടില്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടില്ല. അതായത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ, ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വർഷം നമുക്ക് ഡിവിഡൻറ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ ഒരു കമ്പനിക്ക് ഡിവിഡൻറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നെക്സ്റ്റ് ഇയർ എന്തായിരിക്കും, ഈ ഡിവിഡൻറ്റ് അവർ കൂട്ടിയിട്ട് നെക്സ്റ്റ് ഇയറിൽ കൊടുക്കും. അപ്പോൾ അവിടെ ഡിവിഡൻറ്റ് എന്താണ്, അക്യുമുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിന് എന്തായിരിക്കും, അരിയേഴ്സ് ഓഫ് ഡിവിഡൻറ്റ് ഇങ്ങനെ ഈ വർഷം നമ്മൾ കൊടുക്കാതെ നെക്സ്റ്റ് ഇയറിൽ അവർക്ക് കൂട്ടി കൊടുക്കും. അതിനാണ് അരിയേഴ്സ് ഓഫ് ഡിവിഡൻറ്റ്, അത് അവർക്ക് കിട്ടും. ബട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനത്തെ ഒരു പ്രിവിലേജ് ഇല്ല, അവർക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 8 ഡിഫറൻസ് ആണ് നമ്മൾ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും തമ്മിൽ പറയുന്നത്. ഓക്കെ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ദ ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്. അതായത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സോട് കൂടിയിട്ടുള്ള ഷെയർസ്. ഓക്കെ, ദ ഇന്ത്യൻ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ക്യാൻ ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്. അതായത് ഇന്ത്യയിലെ പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിന് എന്താണ്, ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സോട് കൂടിയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് അവർക്ക് ഇഷ്യൂ ചെയ്യാം. പ്രീവിയസ്ലി ഓൺലി ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് കുഡ് ഡു സോ. അതായത് മുന്നേക്കെ ഇന്ത്യയിലെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് മാത്രമേ ഇങ്ങനെ ഈ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സോട് കൂടിയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. ആൻഡ് ദ ഗവൺമെൻറ് ഹാസ് റീസെൻ്റ്ലി ഇഷ്യൂഡ് ദ കമ്പനീസ് റൂൾസ് 2001. അണ്ടർ ദ റൂൾസ് all Indian companies can issue shares with the differential rights as to dividend, voting or otherwise if they comply with the following conditions. അതായത് ഇപ്പോൾ ഗവൺമെൻറ് റീസെൻ്റ്ലി ഇഷ്യൂ ചെയ്തിട്ടുള്ള കമ്പനി റൂൾസ് ഉണ്ടല്ലോ, ആ റൂൾസിൽ പറയുന്നുണ്ട്
സെർട്ടൻ കണ്ടീഷൻസ് പാലിക്കുന്ന ഏതൊരു കമ്പനിക്കും എന്താണ് ഈ ഒരു ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സോട് കൂടിയുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഇഷ്യൂ ചെയ്യണമെങ്കിൽ എന്താണ്, നമുക്ക് കുറച്ച് കണ്ടീഷൻസ്, ആ കമ്പനിക്ക് ചില കണ്ടീഷൻസ് ആ കമ്പനിക്ക് ഒബേ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാണ് ആ കണ്ടീഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി ഓതറൈസസ് ദി ഇഷ്യൂ ഓഫ് ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ്. ആ ആർട്ടിക്കിൾസ്, ഒരു കമ്പനിയുടെ മെയിൻ ഡോക്യുമെൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അതിലെന്തായിരിക്കണം ഈ ഒരു കാര്യം, ഈ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സോട് കൂടി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതിലെന്ത് ചെയ്തിരിക്കണം, ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ the second condition ആയിട്ട് പറയുന്നത്, the issue of shares is authorized by an ordinary resolution passed at a general meeting of the shareholders. ഷെയർഹോൾഡേഴ്സ് കൂടെ ചെയ്യുന്നൊരു ജനറൽ മീറ്റിംഗ് ഉണ്ടല്ലോ, ആ ജനറൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ പ്രത്യേക പ്രമേയം പാസ്സാക്കണം. അതിലെന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം, ഇങ്ങനെ ഈ വോട്ടിംഗ് റൈറ്റ്സോട് കൂടി, ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സോട് കൂടി ഷെയർ ഇഷ്യൂ ചെയ്യാന്നുള്ളത് അതിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. തേർഡ് വൺ, the shares with the differential right shall not exceed 26% of the total post issue paid up equity share capital including equity shares with the differential rights issued at any point of time. അതായത് ഈ ഒരു ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സോട് കൂടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ടോട്ടൽ പോസ്റ്റ് ഇഷ്യൂ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ പോസ്റ്റ് ഇഷ്യൂ പേ ചെയ്തിട്ടുള്ള ടോട്ടൽ പോസ്റ്റ് ഇഷ്യൂവിൻ്റെ 26%-നേക്കാൾ കൂടരുത്. ഷുഡ് നോട്ട് എക്സീഡ് 26% ഓഫ് ദ ടോട്ടൽ പോസ്റ്റ് ഇഷ്യൂ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അടുത്തത്, ദ കമ്പനി ഹാവിങ് കൺസിസ്റ്റൻറ്റ് ട്രാക്ക് റെക്കോർഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ്സ് ഫോർ ദ ലാസ്റ്റ് 3 years. പിന്നെന്താണ്, കമ്പനിക്ക് കഴിഞ്ഞ 3 വർഷങ്ങൾ, ലാസ്റ്റ് 3 years ആയിട്ട് എന്താണ്, ഒരു ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ്സിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കണം. അതൊരു കണ്ടീഷനാണ്. ദെൻ ദ കമ്പനി ഹാസ് നോട്ട് ഡിഫോൾട്ടഡ് ഇൻ ഫയലിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ആനുവൽ റിട്ടേൺസ് ഓഫ് ദ 3 financial years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു ഇഷ്യൂ സച്ച് ഷെയർസ്. അതായത് ഇപ്പോൾ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സോട് കൂടി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന വർഷം ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ഒരു ഇയറിലാണ് നമ്മളത് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഈ ഇയറിന് തൊട്ട് മുന്നേ ഉള്ള 3 വർഷങ്ങളിൽ ആ കമ്പനി എന്താണ്, ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺസ് ഒക്കെ എന്താണ്, കൃത്യമായിട്ട് ഫയൽ ചെയ്തിരിക്കണം. അത് ഉറപ്പ് വരുത്തണം. അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്ത വർഷത്തിൻ്റെ കഴിഞ്ഞ 3 വർഷത്തേക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺസ് ഒക്കെ എന്താണ്, ആ കമ്പനി കൃത്യമായിട്ട് ഫയൽ ചെയ്തിരിക്കണം. അതിലൊരു വീഴ്ച വരുത്താൻ പാടില്ല. അങ്ങനെ വീഴ്ച വരുത്താത്ത കമ്പനികൾക്ക് മാത്രമേ ഇങ്ങനെ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത്, the company has no subsisting default in the payment of a declared dividend to its shareholders or repayment of its mature deposits or redemption of its preference shares or debentures that have become due for redemption or payment of interest on such deposits or debentures or payment of dividend. അതായത് ഈ പറഞ്ഞിട്ടുള്ള പേയ്മെൻറ്റ്സിലൊന്നും കമ്പനി എന്ത് ചെയ്ത് വീഴ്ച വരുത്തുക. എന്തൊക്കെയാണ്, പേയ്മെൻറ്റ് ഓഫ് ഡിക്ലെയർഡ് ഡിവിഡൻഡ് ടു ഇറ്റ്സ് ഷെയർഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻറ്റ്, അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ഓഫ് ഇറ്റ്സ് മെച്യൂർ ഡിപ്പോസിറ്റ്സിന് റീപേയ്മെൻറ്റ്, റിഡംഷൻ ഓഫ് ഇറ്റ്സ് പ്രിഫറൻസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ദാറ്റ് ഹാവ് ബിക്കം ഡ്യൂ ഫോർ റിഡംഷൻ. അല്ലേ, നമ്മളെന്താണ് റിഡംഷൻ ഓഫ് ഇറ്റ്സ് പ്രിഫറൻസ് ഷെയർസിൻ്റെ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിൻ്റെ റിഡംഷൻ, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യരുത്, വീഴ്ച വരുത്തിയിട്ടുണ്ടാവരുത്. പിന്നെന്താണ്, പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സച്ച് ഡിപ്പോസിറ്റ്സ്, അങ്ങനെയുള്ള ഡിപ്പോസിറ്റ്സ് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ്, പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റ്. ഇത് ഈ പറഞ്ഞിരിക്കുന്ന പേയ്മെൻറ്റ്സിലൊന്നും എന്താണ്, കമ്പനി ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല. ഈ പേയ്മെൻ്റ് ഒക്കെ കൃത്യമായിട്ട് കമ്പനി പേ ചെയ്തിരിക്കണം. Next, the company has not defaulted in payment of the dividend on preference shares or repayment of any term loan from a public financial institution or state level financial institution or scheduled bank that has become repayable or interest payable thereon or dues with respect to statutory payments relating to its employees to any authority or default in crediting the amount in investor education and protection fund to the central government. അതായത് പിന്നെ എന്തൊക്കെ പേയ്മെൻറ്റ്സിലാണ് വീഴ്ച വരാൻ പാടില്ലാത്തത്? ഒന്നെന്താണ്, പേയ്മെൻറ്റ് ഇൻ ദ ഡിവിഡൻറ്റ് ഓൺ പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കുന്ന ഡിവിഡൻറ്റിൽ, ഓർ റീപേയ്മെൻറ്റ് ഓഫ് എനി ടേം ലോൺ ഫ്രം എ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ സ്റ്റേറ്റ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഷെഡ്യൂൾഡ് ബാങ്ക്. അല്ലേ, പിന്നെന്താണ്, നമ്മൾ ഈ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ലോൺസ് അതിനെ റീപേ ചെയ്യുന്നതിൽ വീഴ്ച വരുത്താൻ പാടില്ല. ഓർ ഇൻട്രസ്റ്റ് പേയബിൾ ദെറോൺ ഓർ ഡ്യൂസ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു ഇറ്റ്സ് എംപ്ലോയീസ്, അല്ലെ അതിന് എംപ്ലോയീസിന് കൊടുക്കാനുള്ള സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റ്സ്. അതുപോലെ തന്നെ ഡിഫോൾട്ട് ഇൻ ക്രെഡിറ്റിംഗ് ദ എമൗണ്ട് ഇൻ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് ടു ദ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് ഒരു സർട്ടൻ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളിലൊക്കെ എന്താണ്, കമ്പനി ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല. അങ്ങനെ വീഴ്ച വരുത്താത്ത കമ്പനികൾക്കാണ് ഈ ഒരു ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സോട് കൂടിയിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ.
അടുത്ത കണ്ടീഷനായിട്ട് പറയണം, ദ കമ്പനി ഹാസ് നോട്ട് ബീൻ കൺവിക്റ്റഡ് ഓഫ് എനി ഒഫൻസ് റൈസിംഗ് അണ്ടർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934, ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992, ദ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956, ദ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് 1999. അതായത് ഈ പറഞ്ഞ ആക്റ്റുകളിലൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ആ കമ്പനി ഒബേ ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇതിൽ ഒരു ഒഫൻസും അവർ കമ്പനി കമ്മിറ്റ് ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തുകൊണ്ട് ആ കമ്പനിക്ക് എന്താണ് ഒരു തരത്തിലും അങ്ങനെ ഒരു ഒഫൻസ് ആ ഒരു കമ്പനി കമ്മിറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ചെയ്തതിനൊരു ശിക്ഷയും കമ്പനി ശിക്ഷിക്കപ്പെട്ടിട്ടില്ല മീൻസ് എന്താണ് ഹാസ് നോട്ട് ബീൻ കൺവിക്റ്റഡ്, ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, അതായത് കമ്പനി അങ്ങനത്തെ ഒഫൻസ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാത്ത കമ്പനികൾക്കാണ് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒഫൻസ് ഒന്നും കമ്മിറ്റ് ചെയ്യരുതെന്നാണ് അടുത്തൊരു കണ്ടീഷനായിട്ട് പറയുന്നത്. ഇനി the notice of the meeting which a resolution is proposed to be passed is accompanied by an explanatory statement stating, അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്ന ഒരു മീറ്റിങ്ങിൽ അതിൽ ആ ഒരു നോട്ടീസിൽ എന്തൊക്കെ ഉണ്ടാവുക എന്നാണ് പറയേണ്ടത്. എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അതിലുണ്ടായിരിക്കുക? ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ്, അതായത് ഡിഫറൻഷ്യൽ റൈറ്റ്സോട് കൂടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിൻ്റെ ടോട്ടൽ നമ്പർ എത്രയാണോ അത് അതിലുണ്ടായിരിക്കണം. ദെൻ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഡിഫറൻഷ്യൽ റൈറ്റ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ദെൻ ദ പെർസെൻറ്റേജ് ഓഫ് ദ ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ് ടു ദ പോസ്റ്റ് ഇഷ്യൂ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻക്ലൂഡിംഗ് ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ് ഇഷ്യൂഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. അതായത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സോട് കൂടിയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡിഫറൻഷ്യൽ ഷെയർസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ മൊത്തം പെയ്ഡ് അപ്പ് പോസ്റ്റ് ഇഷ്യൂ, അതായത് ഇപ്പോൾ പോസ്റ്റ് ഇഷ്യൂ മൊത്തം പേ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ടോട്ടൽ പോസ്റ്റ് ഇഷ്യൂ പെയ്ഡപ്പിലേക്ക് അതിലേക്ക് വന്നിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് ഷെയർസ് ഡിഫറൻഷ്യൽ റൈറ്റ്സോട് കൂടിയിട്ടുള്ള ഷെയർസിൻ്റെ പെർസെൻറ്റേജ് അത് എത്ര വെച്ചാൽ അതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ ദ റീസൺസ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ ഫോർ ദിസ് ഇഷ്യൂ, ഇങ്ങനെ ഒരു ഇഷ്യൂ വരാനുള്ളതിൻ്റെ റീസൺസ് അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ അതിലുണ്ടായിരിക്കണം. ദെൻ ദ പ്രൈസ് അറ്റ് വിച്ച് സച്ച് ഷെയർസ് ആർ പ്രപ്പോസ്ഡ് ടു ബി ഇഷ്യൂഡ് എയ്തർ അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം. പിന്നെ എന്താണ്, പാറിലാണോ പ്രീമിയത്തിലാണോ ചെയ്യുന്നത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ ആ പ്രൈസ് എന്തായിരിക്കണം അതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ ദ ബേസിസ് ഓൺ വിച്ച് ദ പ്രൈസ് ഹാസ് ബീൻ അറൈവ്ഡ് അറ്റ്, ആ പ്രൈസ് അറൈവ് ചെയ്യുന്നതിൻ്റെ ബേസിസ് അതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. ദെൻ ഇൻ കേസ് ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് പ്രിഫറൻഷ്യൽ ഇഷ്യൂ, ഇപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലോ അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ ഇഷ്യൂലോ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ദ ഡീറ്റെയിൽസ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് പ്രപ്പോസ്ഡ് ടു ബി അലോട്ടഡ് ടു പ്രൊമോട്ടേഴ്സിന് നമ്മൾ അലോട്ട് ചെയ്യേണ്ട ആ ഷെയർസിൻ്റെ ഡീറ്റെയിൽസ്, ഡീറ്റെയിൽസ് ഓഫ് ടോട്ടൽ നമ്പറിൻ്റെ ഡീറ്റെയിൽസ്. ദെൻ ആർക്കൊക്കെയാണ്? ടു പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജർ പേഴ്സണൽ, അതായത് പ്രൊമോട്ടേഴ്സിനും ഡയറക്ടേഴ്സിനും കീ മാനേജർ പേഴ്സണൽസിനും നമ്മൾ അലോട്ട് ചെയ്യേണ്ട ഷെയർസിൻ്റെ ടോട്ടൽ നമ്പർ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ടായിരിക്കണം, ഏതിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ആകുമ്പോൾ. ദെൻ പിന്നെ എന്തൊക്കെയാണ്? ഡീറ്റെയിൽസ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് പ്രപ്പോസ്ഡ് ടു ബി അലോട്ടഡ് ടു പേഴ്സൺസ് അതർ ദാൻ പ്രൊമോട്ടേഴ്സ് പിന്നെന്താണ്? ഡയറക്ടേഴ്സ് ആൻഡ് കീ മാനേജർ പേഴ്സണൽ. അതായത് ഇപ്പോൾ നമ്മൾ മുകളിലത്തേൽ പറഞ്ഞതാണ് ഇവർക്ക് പ്രൊമോട്ടേഴ്സിനും ഡയറക്ടേഴ്സിനും കീ മാനേജർ പേഴ്സണൽസിനും. ഇനി അവരല്ലാതെയുള്ള ആൾക്കാർക്ക് അലോട്ട് ചെയ്യേണ്ട ഷെയർസിൻ്റെ ഫുൾ നമ്പർ, ടോട്ടൽ നമ്പർ വേണം, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണം. പിന്നെന്താണ് പറയുന്നത്? ദ റിലേഷൻഷിപ്പ് ഇഫ് വിത്ത് എനി പ്രൊമോട്ടർ, ഡയറക്ടർ ഓർ കീ മാനേജർ പേഴ്സണൽ. ഇനി അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. In case of public issue reservation, if any 4 different classes of applicants including promoters, directors or key managerial personnel, അതായത് ഇനി പബ്ലിക് ഇഷ്യൂ റിസർവേഷൻ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? 4 ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് അപ്ലിക്കൻസ്. ആരൊക്കെയാണ് ആ ക്ലാസ്സിൽ വരുന്നത്? ഇൻക്ലൂഡിങ് പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ് ഓർ കീ മാനേജറിയൽ പേഴ്സണൽ. അപ്പോൾ ഇതും എന്തായിരിക്കണം? അത് ആ ഒരു നോട്ടീസിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ദ പെർസെൻറ്റേജ് ഓഫ് വോട്ടിംഗ് റൈറ്റ് വിച്ച് ദ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ഷാൽ ക്യാരി ടു ദ ടോട്ടൽ വോട്ടിംഗ് റൈറ്റ് ഓഫ് ദ അഗ്രിഗേറ്റ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതായത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സോട് കൂടിയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അതിൻ്റെ ടോട്ടൽ അല്ലെങ്കിൽ അതിൻ്റെ അഗ്രിഗേറ്റ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ വോട്ടിംഗ് റൈറ്റിലേക്ക് ക്യാരി ചെയ്തിട്ടുള്ള വോട്ടിംഗ് റൈറ്റിൻ്റെ പെർസെൻറ്റേജ് അത് കാണിക്കണം. ദെൻ ദ സ്കെയിൽ ഓർ പ്രപ്പോർഷൻ വിച്ച് ദ വോട്ടിംഗ് റൈറ്റ്സ് ഓഫ് സച്ച് ക്ലാസ്സസ് ഓർ ടൈപ്പ് ഓഫ് ഷെയർസ് ഷാൽ വാരി, അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാ ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഷെയർസിൻ്റെ വോട്ടിംഗ് റൈറ്റ്സ് ചേഞ്ച് ചെയ്യുന്ന പ്രപ്പോർഷൻ അല്ലെങ്കിൽ സ്കെയിൽ അത് ഇതിൽ കാണിക്കണം. ദെൻ ദ ചേഞ്ച് ഇൻ കൺട്രോൾ ഇഫ് എനി ഇൻ ദ കമ്പനി ദാറ്റ് മേ ഒക്യോ കോൺസിക്വൻറ്റ് ടു ദി ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സ്. ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ്സോട് കൂടി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് അതിൻ്റെ കൺട്രോൾ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ അതും ഇതിൽ കാണിക്കണം.
ദെൻ ദ ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ പേഴ്സ്മെൻറ്റ് ടു ദി ഇഷ്യൂ ഓഫ് സച്ച് ഷെയർസ്. അങ്ങനെയുള്ള ഷെയർസിൻ്റെ ഇഷ്യൂയോട് അനുസരിച്ചിട്ട് വരുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷെയർസിൻ്റെ ഇഷ്യൂ ആയിട്ട് ബേസ് ചെയ്തിട്ട് വരുന്ന ഡയലൂട്ടഡ് ഏർണിംഗ്സ് പെർ ഷെയർ അതും ഇതിൽ കാണിച്ചിരിക്കണം. അത് എങ്ങനെയായിരിക്കണം? ദാറ്റ് കാൽക്കുലേറ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ആപ്ലിക്കബിൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമായിട്ട് ബേസ് ചെയ്തിട്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനനുസരിച്ചായിരിക്കണം അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ ഷെയർസിൻ്റെ അനുസരിച്ചിട്ടുള്ള ഡയലൂട്ടഡ് ഏർണിങ്സ് പെർ ഷെയർ എന്തായിരിക്കണം ഇതിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. Then at last, the pre and post issue shareholding pattern along with the voting rights as per clause 35 of the listing agreement issued by Security Exchange Board of India from time to time. ഇന്ത്യയുടെ സെക്യൂരിറ്റീസ് ബോർഡ് ഓഫ് എക്സ്ചേഞ്ച് അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ദ ലിസ്റ്റിംഗ് എഗ്രിമെൻറ്റ്, ആ ഒരു എഗ്രിമെൻറ്റിൽ ക്ലോസ് 35 പ്രകാരം ദ പ്രീ ആൻഡ് പോസ്റ്റ് ഇഷ്യൂ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അലോങ് വിത്ത് വോട്ടിംഗ് റൈറ്റ്സ്, ആ വോട്ടിംഗ് റൈറ്റ്സോട് കൂടിയിട്ടുള്ള പ്രീ ആൻഡ് പോസ്റ്റ് ഇഷ്യൂ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ആ ഒരു നോട്ടീസിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു.